ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് 9:45. അപ്പോൾ എൻ്റെ പഠിത്തവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. 9:45 നമ്മള് വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? ആഗ്രഹം. ഇവിടെ 1, 2, 3, 4 ടേക്ക് എടുത്തിട്ടും ശരിയാവാതെ നിൽക്കുന്ന സുധു. അപ്പൊ സഹായിക്കാൻ വന്നേക്കുന്ന ഞാൻ. എന്നെ എപ്പോഴും എല്ലാ കാര്യത്തിലും സഹായിക്കുന്ന ആളല്ലേ. അപ്പൊ സുധു കുറെ ദിവസം ടേക്ക് എടുത്തിട്ടൊന്നും ശരിയാവള്ള. സുധു ആദ്യം നല്ലതായിട്ട് വീഡിയോ എടുത്ത് വന്നപ്പോഴേക്കും വീഡിയോ എടുത്ത് അപ്പുറത്തേക്ക് വന്നതാണ്. അത് കഴിഞ്ഞ് വീണ്ടും അതൊന്നും സെറ്റ് ആയില്ല. ആക്ടിങ് ഇപ്പൊ ശരിയാവണില്ല. അപ്പൊ നമ്മൾ എന്തായാലും കുറെ കാര്യങ്ങളൊന്നും പറയാനില്ല. നമ്മളിപ്പോ ഏകദേശം 10 മണി ആവാറായപ്പോഴും ഇന്ന് വൈകുന്നേരത്തെ കുളി കാര്യങ്ങളൊന്നും എന്റെ നടന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടാ. അപ്പൊ ഞാൻ മീൻ മേടിക്കുമ്പോൾ ആ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ മീൻ വെട്ടി തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, തരാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് സുനിച്ചേട്ടൻ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ സുനിച്ചേട്ടൻ പോയതിന് ശേഷം വെറുതെ എല്ലാം കഴുകിയൊന്ന് ശരിയാക്കിയാൽ മതിയല്ല എന്ന് ഓർത്തിട്ട് ഞാൻ മീൻ അവിടെ അനക്കാതെ എടുത്തു വെച്ചെന്ന്. പക്ഷെ എന്റെ കഷ്ടകാലം എന്ന് പറയണമല്ല, മീൻ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ വലിയ ആഗ്രഹം കൊണ്ട് കൊഴുവയാണ് മേടിച്ചിരുന്ന. പിന്നെ നമ്മുടെ പട്ടത്തി മീനാണ് മേടിച്ചിരുന്നത്. പട്ടത്തി മീൻ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് വെട്ടണത് കേട്ടോ. അപ്പോൾ അതേ മീനൊക്കെ വെട്ടി കൈയൊക്കെ കഴുകി വന്നാണ് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ തട്ടിത്തടഞ്ഞിരുന്നതിന് ശേഷം അപ്പം എനിക്കിപ്പോൾ ഒരു പൂതി തോന്നി, എന്തുകൊണ്ട് നമുക്ക് കപ്പയും വേവിച്ച് മീൻകറിയും കൂട്ടി കഴിച്ചിട്ട് ഇന്ന് കിടക്കോളും. എന്തായാലും മീൻ വെട്ടി തരാത്ത ആ ചേട്ടനോടുള്ള എൻ്റെ ഒരു പ്രതിഷേധമാണ് ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ചിലപ്പോൾ നമ്മൾ 10:30, 10:45 കിടക്കുള്ളൂ. സുധപ്പനാണെങ്കിൽ മിഡ് ടൈം എക്സാം ഒക്കെ തുടങ്ങിയേക്കണം. കാരണം സുധപ്പൻ പഠിത്തത്തിലും കാര്യങ്ങളിലൊക്കെ ഇരുന്നു. അപ്പൊ സുധു ഇപ്പൊ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വീഡിയോ എടുത്താലേ. കുറേ ദിവസമായിരുന്നു നമ്മൾ രാത്രി വീഡിയോ എടുത്തിട്ട്. പിന്നെ നമ്മുടെ സുധപ്പനെ കുറേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സുധപ്പ എല്ലാവർക്കും ഹായ് കൊടുക്ക്. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ എന്നൊക്കെ ചോദിക്കണം. നാണോ ചെറുക്കന് ചോദിച്ചു വന്നില്ല. ചെറുക്കൻ വലുതായപ്പോഴേക്കും ചെറുക്കൻ ഇത്തിരി വർത്താനം കുറഞ്ഞാന്നൊരു സംശയം ഇല്ലാട്ടാ. പക്ഷെ വീട്ടിലിവിടെ ഏറ്റവും കൂടുതൽ നാക്കവനെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ അടുക്കളയിൽ നമ്മുടെ കലാപരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ചെയ്യണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് എന്തായാലും അടുക്കളയിലോട്ട് പോയാലാ? വേഗം വാ, അടുക്കളയിൽ പോവാ. വാ. അപ്പൊ എന്തൊക്കെയാണ് അടുക്കളയിൽ സെറ്റ് ചെയ്തേക്കണത്? അടുക്കളയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ആദ്യം തന്നെ അടുക്കളയിലോട്ട് വന്നപ്പോഴേക്കില്ലേ നമ്മുടെ കൊഴുവനെ ഞാൻ വറുക്കാനിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൊഴുവ് എടുത്തിട്ട് ഞാനാണെങ്കിൽ സാധാരണ കൊഴുവ് ഒരു ഇത്തിരിക്കോളം മേടിക്കുന്ന ആളില്ലേ. ഇന്ന് എന്തായാലും വെട്ടിക്കിട്ടണല്ലേ, കുറച്ചധികം മേടിച്ചേക്കാന്ന് ഓർത്ത് അധികം മേടിച്ച് പെട്ട്. എന്നാലും ഞാനെല്ലാം വെട്ടി ഭാഗത്താക്കിയിട്ടാ. വെട്ടി ബാക്കിയൊക്കെ എടുത്ത് വെച്ച് കുറച്ച് നമുക്ക് വറുക്കാന്ന് കരുതിയിട്ടാ. അപ്പൊ അതിനെ വറുക്കാനായിട്ട് ഇങ്ങനെ വെച്ചപ്പോഴേക്കും അതെല്ലാം കൂടി ടൈലുമേലോട്ട് തെറിച്ചിട്ട് തുടക്കണേരുന്നു. ഞാനിങ്ങനെ മൊത്തത്തിൽ തെറിക്കുമ്പോ അപ്പൊ തുടച്ചെടുത്തില്ലെങ്കിൽ ഒരു മനസ്സിനൊരു വിഷമമായിരിക്കും. മീൻകറിക്ക് നമ്മളിത് തക്കാളി ഇട്ടിട്ടാണ് മീൻകറി വെക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ട സാധനം ശരിക്കും വാരിയിട്ട് ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ പുളിയുടെ അളവ് നോക്കിയിട്ട് ഇടുള്ളൂ. തക്കാളിക്ക് പുളി ഉണ്ടെങ്കിൽ നമ്മൾ പുളി ഇടാറില്ല. അതേ നമ്മുടെ പട്ടത്തി മീൻ ഇതാണ് കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ പട്ടത്തി തന്നെയാണ് അതിനെ പറയണത്. ഇതാണ് നമ്മുടെ പട്ടത്തി മീൻ. എനിക്ക് നല്ലൊരു പണി തന്ന മീനാണ് ഈ മീൻ. എനിക്ക് വെട്ടാൻ അറിയാൻ പാടുണ്ടായില്ല, എന്നാലും ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ എന്തും ചെയ്യുമെന്ന് പറയണ പോലെയാണ്. അങ്ങനെ നമ്മള് ഇപ്പോഴാണ് കപ്പയും ശരിയാക്കാൻ പോണ കേട്ടാ. ഇതെനിക്ക് പണി തന്ന കാരണം എല്ലാം ലേറ്റായി. പിന്നെ ചോറും വേണമെങ്കിൽ മീൻ വറുത്തത് മാത്രമായിട്ട് നമുക്ക് കഴിക്കാം. പക്ഷെ ഇന്ന് ഭയങ്കര ഒരു ആഗ്രഹം. കപ്പ 2 ദിവസമായി മേടിച്ചിട്ട് കപ്പ കൂട്ടി എന്തായാലും കഴിച്ചേ പറ്റൂ. അപ്പൊ ആഗ്രഹത്തിന് നമ്മുടെ സുധപ്പൻ കട്ട സപ്പോർട്ടാണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് പൊടിയൊക്കെ ഇട്ടിട്ട് കറിയൊക്കെ ആക്കാം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. എന്തായാലും ഇന്ന് നമുക്ക് വൈകി തന്നെ നമ്മുടെ പരിപാടികളൊക്കെ തീരുള്ളൂ. അതൊക്കെയാണ് നമ്മുടെ വിശേഷം. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ കഴിഞ്ഞ എന്റെ ഷോർട്സിൽ ടാറ്റു അടിച്ചതൊക്കെ എല്ലാവരും കണ്ടല്ല. ടാറ്റു അടിച്ചേക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം നനക്കാൻ പാടില്ലല്ലോ. അപ്പൊ മീനും കൂടി അതാണ് ഞാൻ കൂടുതലും വെട്ടി മേടിക്കാൻ കരുതിയത്. അപ്പൊ നമ്മൾ കവറൊക്കെ ഇട്ട് ഇങ്ങനെ പൊതിഞ്ഞൊക്കെ വെച്ചിട്ടാണ് മീൻ വെട്ടിയതൊക്കെ. നനയാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മുടെ പിന്നെ വേറെ ഉണ്ട് ഇവിടെ. ഇതൊക്കെയാണ് നമ്മൾ ടാറ്റു അടിച്ചത്. അപ്പൊ ഇനി കുളിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചുറ്റി വെച്ചിട്ട് നനയാത്ത രീതിയിൽ. പിന്നെ നമ്മൾ ബേബി ഓയില് അത് ഞാൻ കാണിച്ചു തരാട്ടെ. കുളി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ബേബി ഓയിലൊക്കെ ഒന്ന് ഇട്ട് മസാജൊക്കെ ചെയ്തൊക്കെ കൊടുക്കും. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയുന്നു കേട്ടോ. അപ്പൊ നമ്മള് എന്നോട് ഷോർട്സിലൊക്കെ ചോദിക്കണായിരുന്നു നമ്മുടെ കൂട്ടുകാരൊക്കെ എന്താണ് ഇതൊക്കെ എഴുതിയേക്കണേന്ന്. നമ്മൾ ഫാമിലി എന്നാണ് എഴുതിയേക്കണം. അതിന് നമുക്ക് എല്ലാ ടാറ്റുവിനും ഒരു അർത്ഥം ഉണ്ടെന്ന് പറയുന്ന പോലെ ഒരു തണ്ടിൽ നിന്ന് വന്നേക്കുന്ന ഫാമിലിയിലെ ഒരു പൂ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷം. അപ്പൊ എന്തായാലും ഞാൻ വേഗം കറിയാക്കിയിട്ട് നമുക്ക് ബാക്കി നമ്മുടെ രാത്രി കിടക്കണ വരെയുള്ള നമ്മുടെ കൊച്ചു വിശേഷങ്ങൾ കാണാം.
അങ്ങനെ ഞാൻ ദേ വേഗം മീൻകറിയൊക്കെ അടുപ്പത്താക്കാൻ വേണ്ടിയിട്ട് മീനൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് തിളയൊക്കെ വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് സെറ്റാക്കാമെന്ന് കരുതി. അപ്പോഴേക്കും പിന്നെ കപ്പയുടെ പരിപാടിയും കൂടി നോക്കാമെന്ന് കരുതി കേട്ടോ. സമയം പോയിക്കൊണ്ടിരിക്കുകയല്ലേ. കപ്പയാണെങ്കിൽ അത്യാവശ്യം വേവുള്ള കപ്പയാണെന്ന് തോന്നണം കണ്ടിട്ട്. നമ്മുടെ കപ്പയുടെ തൊണ്ട് ഇങ്ങനെ ഒലിക്കുമ്പോൾ നന്നായിട്ട് പോരുകയാണെങ്കിൽ നല്ല കപ്പയായിരിക്കും എന്ന് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നല്ല കപ്പയായിരുന്നു. അതുകൊണ്ട് വേഗം തൊലി ഒലിച്ച് പോരണുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ ഞാൻ അപ്പോഴേക്കും വേഗം കുളിക്കാനായിട്ട് പോകാമെന്ന് കരുതി. പിന്നെ ആ മീൻ വെട്ടിയ സ്ഥലവും അവിടെയും ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ വേഗം അടുക്കളയിലേക്ക് വന്ന് പാത്രമൊക്കെ കഴുകാമെന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒരു അധികം പാത്രങ്ങളൊന്നും കഴുകാറില്ല കേട്ടോ. നമ്മുടെ കൈ അധികം നനക്കാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ സുതപ്പനും സുനിച്ചേട്ടനൊക്കെയാണ് എനിക്കിപ്പോൾ വലിയ വലിയ പാത്രങ്ങളൊക്കെ കഴുകി തന്നത്. ഞാനപ്പോഴേക്കും അപ്പുറത്തുനിന്ന് ഇപ്പുറം വന്നപ്പോഴേക്കും സുതപ്പൻ തകൃതിയായിട്ട് പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ പോയിട്ട് കുളിച്ചിട്ടൊക്കെ വരാമെന്ന് കരുതി. പിന്നെ കുളിച്ച് വേഗം വന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനുണ്ടല്ലോ. അപ്പോൾ പിന്നെ വേഗം തന്നെ പോയി കുളിച്ച് വരാം. അപ്പോൾ സുധു പറഞ്ഞ് വേഗം പോയിക്കോ, വേഗം പോയി കുളിച്ചൊക്കെ വന്നു. ഞാനപ്പോഴേക്കും സുധപ്പൻ്റെ യൂണിഫോമും കൂടി കഴുകിടാനുണ്ടായിരുന്നു കേട്ടോ. സുധപ്പൻ്റെ യൂണിഫോം ഞാൻ അന്നന്ന് കഴുകിടാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ കഴുകിടാനൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ട് മുകളിലേക്ക് പോയിട്ട് അപ്പോഴേക്കും സുധപ്പൻ ദേ ഇവിടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് സുധുദേ അടുക്കളയൊക്കെ നല്ല നീറ്റാക്കി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദേ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും എത്തിയിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ കഴിക്കാൻ പോണേണ്. അപ്പൊ കപ്പ ആയിട്ടില്ല. കപ്പക്ക് ഇത്തിരി വേവ് കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട്. മീൻകറിയായി മീൻ വറുത്തതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ആഗ്രഹത്തിലോട്ട് നമ്മൾ എത്താൻ പോകുന്നുണ്ട്. കൊതിയാവുന്നുണ്ട് കഴിക്കാനായിട്ട്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് കൂടി നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നൈസായിട്ട് ഇന്നിപ്പോൾ വെള്ളമൊക്കെ മുട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളം മുട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പകലൊക്കെ നമ്മൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. ഇത് ജോൺസൺ ബേബിയുടെ ഓയിൽ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പം തേച്ച് കൊടുക്കുമ്പോൾ ആ കളറ് പോകൂലെന്നാണ് പറയണത്. അപ്പം ഞാനിങ്ങനെ തേച്ച് കൊടുക്കും. കുറച്ചധികം തേച്ച് കൊടുത്ത് ഇപ്പം എൻ്റെ തലയിൽ ഇപ്പം എനിക്ക് എണ്ണ ഇടണ്ട. എങ്ങനെയെങ്കിലും ഒക്കെ എൻ്റെ തലയിലോട്ട് ആയിട്ടുണ്ടാവും. പിന്നെ ഇതെല്ലാം അടന്ന് പോരുമെന്ന് കുറേ പേർക്കൊക്കെ അറിയാൻ പറ്റൂട്ടെ. ഞാനിത് ആദ്യമായിട്ട് ചെയ്തതിൻ്റെ ആ ഒരു സന്തോഷം കൊണ്ട് നിങ്ങളോട് വീണ്ടും വീണ്ടും പറയണതാണ് കേട്ടോ. അപ്പൊ എൻ്റെ ഒരു സന്തോഷമല്ലേ, എൻ്റെ ഒരു സന്തോഷം നിങ്ങളോടല്ലാതെ ഞാൻ വേറെ ആരോട് പറയാനായിട്ടാണ്. സുതപ്പനപ്പൊ ഒരു മൂളല്. അതേ തുടച്ചീനി ഞാൻ കിടക്കണേക്കുമ്പോ ഒരു പ്രാവശ്യം കൂടി ഇന്ന് മൊത്തത്തിൽ കുറച്ചൊക്കെ നനഞ്ഞിട്ടുണ്ട്. മീനൊക്കെ വെട്ടുമ്പോ പിന്നെ നമ്മൾ ഇതാവൂല. പിന്നെ മൊത്തത്തിൽ ഇത് അവിടെ ഒക്കെ പൊട്ടലായിട്ടുണ്ട്. എന്നാലും അത് കഴിക്കുമ്പോ കിട്ടണ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറയാൻ പറ്റൂ. അല്ല പറഞ്ഞറിയിക്കാൻ പറ്റൂല, പറയാൻ പറ്റൂലെന്ന്. പിന്നെ എന്തായാലും കഴിക്കല്ലേ. അതെ, കഴിക്കാനെടുക്കാം. സമയം ഇനി നമുക്കില്ല അധികം. 11 മണിക്ക് മുമ്പെങ്കിലും കിടക്കണം. എന്നാലാണ് സുതപ്പന് രാവിലെ എഴുന്നേക്കാം, വെളുപ്പിന് എഴുന്നേക്കണം. പഠിക്കാനുണ്ട്. മിഡ് ടൈം എക്സാം ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട്. 9ാം ക്ലാസ്സിലാണല്ലോ കൂടുതൽ പഠിക്കാനുള്ളത്. കുറെ പഠിക്കാനുള്ള സുതപ്പൻ തിരക്കിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ലോങ് വീഡിയോ ഒക്കെ കുറവ് എടുക്കണത്. സുധുവും കൂടി കൂടിയിട്ട് ഞാൻ ഒറ്റക്ക് പറഞ്ഞ് എൻ്റെ എല്ലാം ഒറ്റക്കുള്ള വർത്താനം കേട്ട് നമുക്ക് മതിയായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇനി എന്തായാലും സെറ്റ് ആവട്ടെ. അപ്പം അതേ നമ്മുടെ ഇല പ്ലേറ്റൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇല പ്ലേറ്റൊക്കെ മാറ്റണമെന്ന് ചേട്ടൻ പറയണ്ടായിരുന്നു. എപ്പോഴും ഇപ്പോൾ ഒരുപാട് നാളായി നമ്മൾ ഈ പ്ലേറ്റ് തന്നെ കാണുന്നതല്ലേ, നമുക്ക് പയ്യെ മാറ്റാട്ടോ. അപ്പം അതേ നമ്മുടെ മീൻകറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വറ്റിയിട്ടുണ്ട്. കപ്പയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കപ്പ എടുത്ത് വായിലിട്ടപ്പോഴേക്കും വാ പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ അതേ കപ്പയും മീൻകറിയൊക്കെ കഴിക്കുമ്പോൾ അടിപൊളി നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്കിനി എന്തായാലും കഴിച്ചാലാ. അപ്പം അതെല്ലാം സെറ്റായി ഇവിടെ ഇരിക്കണ്ട്. ഒരാളുടെ കൊതിയോടിരിക്കണ്ട്. നല്ല കൊതിയാവണ്ട കേട്ടാ. എന്താന്ന് വെച്ചാ ഈ കപ്പയും മീൻകറി ആർക്കാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തത്? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല കപ്പയും മീൻകറി. പ്രത്യേകിച്ച് ഇങ്ങനെ രാത്രി നമ്മളിങ്ങനെ കൊതിയോടുകൂടി ഇരിക്കുമ്പോ കൂടുതലാണ്. അപ്പൊ ദേ നമ്മുടെ മീൻ വറുത്തത് നല്ല ക്രിസ്പി കറുമുറാന്നായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കപ്പയാണെങ്കിൽ നല്ല കപ്പ കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടായില്ല കേട്ടാ. വേവലും കുറവായിരുന്നു, പക്ഷെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അതെ കപ്പ സാധാരണ എപ്പോഴും സുധുവല്ലേ ടേസ്റ്റ് ചെയ്യാറ്. അപ്പൊ ഞാനോർത്ത് ഇന്ന് എന്റെ ഒരു കൊതി ദിവസമാണല്ലോ, സുധു അതിന് സപ്പോർട്ട് ചെയ്യണ ദിവസം. അപ്പൊ മീനും കപ്പയും കൂടി കൂട്ടിട്ട് ഞാൻ വെച്ച കറി എങ്ങനെയുണ്ട്? സുധു വെച്ചോണ്ട് പറയാനല്ല, എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ സൂപ്പർ ഇല്ലേട്ടാ, നന്നായിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല കറിയൊക്കെയാണ്. പിന്നെ വിശപ്പിന്റെ വിളിയും പിന്നെ ആ ഒരു ആഗ്രഹവും കൂടി ഉള്ളതുകൊണ്ട് പൊളിച്ചിട്ടുണ്ട്. വെൽഡൺ. ഞാൻ എന്നെ തന്നെ നോക്കിയത്. അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.